നമസ്കാരം. ഡിറ്റനേറ്റർ പൊട്ടിച്ച് യുവതിയെ കൊന്ന സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നൊരു സംശയം. കൊലപാതകത്തിനു ശേഷം പ്രതി നടത്തിയ ഫോൺ കോൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ്. ശനിയാഴ്ച 3 മണിയോടെയാണ് ദർശിതയുടെ കൊലപാതകം നടന്നത്. പ്രതി സിദ്ധരാജു ഈ സമയം മറ്റൊരു സുഹൃത്തിനെ വിളിച്ചിരുന്നതായാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. 6 വർഷമായി ദർശിതയും സിദ്ധരാജും സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ മോഷണ കേസിലെ പങ്ക് എന്താണെന്നത് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ണൂർ കല്യാട്ടെ ദർശിതയുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും മോഷണം പോയിരുന്നു. അന്നേ ദിവസം ദർശിത മകളുമൊത്ത് തന്റെ കർണാടകയിലുള്ള വീട്ടിലേക്ക് പോയതാണ്. സ്വർണം നഷ്ടമായ വിവരം അറിഞ്ഞതിന് പിന്നാലെ പോലീസ് ദർശിതയെ ബന്ധപ്പെടുവാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ദർശിത മകളെ വീട്ടിലാക്കി കർണാടക സ്വദേശിക്കൊപ്പം പോയി എന്ന വിവരം മാത്രമാണ് പോലീസിന് ലഭിച്ചത്. ഇതിന് പിന്നാലെയാണ് യുവതി ലോഡ്ജ് മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ മുഖം ആകെ വികൃതമാക്കിയ നിലയിലായിരുന്നു. മുറിയിൽ രക്തം തളം കെട്ടിക്കിടക്കുകയായിരുന്നു. സാലിഗ്രാമിലെ ലോഡ്ജിൽ വെച്ച് ദർശിതയും സുഹൃത്തും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് സിദ്ധരാജു ദർശിതയുടെ വായിൽ ഇലക്ട്രിക് ഡിറ്റനേറ്റർ തിരികെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. എന്നാൽ കൊലപാതകത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നാണ് കർണാടക പോലീസിന് അറസ്റ്റിലായ യുവാവ് നൽകിയ മൊഴി. രാവിലെ ഒന്ന് ചമ്പലത്തിൽ പോയിരുന്നുവെന്നും അതിനുശേഷമാണ് ലോഡ്ജിൽ മുറിയെടുത്തതെന്നും പിന്നീട് ഭക്ഷണം വാങ്ങാൻ താൻ പുറത്തുപോയി. തിരികെ വന്നപ്പോൾ ദർശിത മുറി തുറന്നില്ലെന്നും ലോഡ്ജ് ജീവനക്കാരെത്തി വാതിൽ തകർത്തകത്ത് കയറിയപ്പോഴാണ് ദർശിതയെ മരിച്ച നിലയിൽ കണ്ടതെന്നുമാണ് ഈ യുവാവിന്റെ മൊഴി. എന്നാൽ ഈ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. എല്ലാം നേരത്തെ ഉറപ്പിച്ച ശേഷമായിരുന്നു ഇത്തരത്തിൽ ദർശിതയ്ക്കൊപ്പം സിദ്ധരാജ് ലോഡ്ജിൽ മുറിയെടുത്തതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. കണ്ണൂർ കല്യാട്ടെ ഭർത്തൃ വീട്ടിൽ നിന്ന് മടങ്ങിയ ദർശിതയുമായി ചേർന്ന സിദ്ധരാജു മുറിയെടുത്തത് സാലിഗ്രാമിലെ ബിലിക്കരെ ലോഡ്ജിലാണ്. കൊലപാതകത്തിന് ഉപയോഗിച്ച സ്ഫോടക വസ്തു പ്രതിയായ സിദ്ധരാജു നേരത്തെ കരുതിയിരുന്നതായും കേസ് അന്വേഷിക്കുന്ന സാലിഗ്രാമ ഇൻസ്പെക്ടർ ശശികുമാർ പറയുന്നു. ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക തർക്കങ്ങളും സിദ്ധരാജുവിനെ ഒഴിവാക്കുവാൻ നടത്തിയ ശ്രമങ്ങളുമാണ് ക്രൂര കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. ദർശിതയുടെ കൈകാലുകൾ ബന്ധിച്ച് വായിൽ ഡിറ്റനേറ്റർ തിരികെയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. മൊബൈൽ ചാർജറിലെ വയർ ഡിറ്റനേറ്ററുമായി ബന്ധിപ്പിച്ചാണ് പൊട്ടിത്തെറിച്ചത്. സിദ്ധരാജുവിന്റെ നാടായ പെരിയപട്ടണയിൽ നിറയെ ക്വാറികളുണ്ട്. ഇവിടെ നിന്നാണ് ഇയാൾ സ്ഫോടന വസ്തു സംഘടിപ്പിച്ചത്. ഇത് ഉപയോഗിക്കുന്ന രീതിയും ഇയാൾക്ക് പരിചിതമായിരുന്നുവെന്നും സാലിഗ്രാമ ഇൻസ്പെക്ടർ ശശികുമാർ പറഞ്ഞു. കൊലപാതകം നടത്തിയ ശേഷം ഭക്ഷണം വാങ്ങുവാനായി സിദ്ധരാജു പുറത്തേക്ക് പോയി. തിരിച്ചെത്തിയ സിദ്ധരാജു വാതിൽ തുറക്കുവാൻ സാധിക്കുന്നില്ലെന്ന് ലോഡ്ജ് ജീവനക്കാരെ അറിയിക്കുകയായിരുന്നു. വാതിൽ തുറന്ന സമയത്താണ് ഇത്തരത്തിൽ ദർശിത മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ഥലത്തെത്തിയ പോലീസിനോട് ഫോൺ പൊട്ടിത്തെറിച്ചാണ് അപകടമെന്നാണ് സിദ്ധരാജു പറഞ്ഞത്. എന്നാൽ ഫോൺ പൊട്ടിത്തെറിച്ച സൂചനകളൊന്നും പോലീസിന് ലഭിച്ചില്ലെന്നാണ് ഇൻസ്പെക്ടർ ശശികുമാർ പറയുന്നത്. അതേസമയം കല്യാട്ടെ വീട്ടിൽ നിന്നും നഷ്ടമായ 30 പവനും 4 ലക്ഷം രൂപയെ സംബന്ധിച്ച വിവരങ്ങളൊന്നും ഇയാളിൽ നിന്ന് ലഭിച്ചിട്ടില്ല. മോഷണത്തിൽ ഇയാളെ ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്നും ഈ പ്രതിയെ റിമാൻഡ് ചെയ്തതുമായാണ് ഇൻസ്പെക്ടർ പ്രതികരിച്ചത്. ഈ സിദ്ധരാജു ദർശിതയെ മോഷണത്തിന് നിർബന്ധിച്ചതായി സംശയിക്കുന്നതായും ഭർത്താവിന്റെ കുടുംബം ആരോപിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് 3 ബാഗുമായാണ് പോയത്. പക്ഷേ ഉൻസൂറിലെ വീട്ടിലെത്തിയത് വസ്ത്രമടങ്ങിയ 2 ബാഗ് മാത്രമാണ്. ദർശിതയുടെ പെരുമാറ്റത്തിൽ കുറച്ചു നാളുകളെ ചില മാറ്റങ്ങളൊക്കെ പ്രകടമായിരുന്നു. ഈ മോഷണ വിവരം അറിഞ്ഞപ്പോൾ തിരിച്ചു വരുന്നതായി പറഞ്ഞു. പിന്നീട് ബന്ധപ്പെടുവാൻ കഴിഞ്ഞില്ലെന്നും ഈ ഭർത്തൃ സഹോദരൻ സൂരജ് പറയുന്നു. പണവും സ്വർണവുമായി കൂടെ ഉണ്ടായിരുന്ന ദർശിതയോട് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ഈ 2.5 വയസ്സുകാരി മകളെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇതനുസരിച്ച് മകളെ സ്വന്തം വീട്ടിലാക്കിയതിനു ശേഷമായിരുന്നു ദർശിത ഈ സിദ്ധരാജുവിനൊപ്പം ഹൊസൂറിനടുത്ത് ഈ സാലിഗ്രാമത്തിലെ ഈ ലോഡ്ജ് മുറിയിലേക്ക് എത്തിയത്. നേരത്തെ ബാങ്കിൽ അടയ്ക്കാമെന്ന് പറഞ്ഞ് സിദ്ധരാജു ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത 1 ലക്ഷം രൂപ ഈ ദർശിതയിൽ നിന്ന് കൈക്കലാക്കിയിരുന്നു. അടുത്ത മാസം ഈ ഓണത്തിന് ദർശിതയുടെ ഭർത്താവ് നാട്ടിലെത്തുമെന്ന് അറിയിച്ചതുകൊണ്ട് തന്നെ സിദ്ധരാജുവിന് കൊടുത്ത ഈ പണം തിരികെ ചോദിക്കുമോ എന്ന ഭയം ഈ ഒരു ദർശിതയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭർത്തൃ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പുതിയ ജീവിതം തുടങ്ങുവാനുള്ള സിദ്ധരാജുവിന്റെ വാഗ്ദാനത്തിൽ ഈ യുവതി വീണുപോയത്. കുട്ടിയെയും താൻ സംരക്ഷിച്ചുകൊള്ളാമെന്ന് ഇയാൾ ആദ്യമൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും പിന്നീട് കുട്ടിയെ ഒഴിവാക്കണമെന്നൊരു ഡിമാൻഡ് കൂടി ഇയാൾ വെക്കുകയായിരുന്നു. കഴിഞ്ഞ 1 വർഷമായി ഇരുവരും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. ഈ ഭർത്തൃ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലെ എന്തെങ്കിലും ഒരു ചടങ്ങുകൾക്കോ വിശേഷങ്ങൾക്കോ ഒക്കെ ഈ ദർശിത പോകുമ്പോൾ അടുത്ത ബന്ധുവായ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്ന വ്യാജനെ സിദ്ധരാജ് ഈ ഭർത്തൃ വീട്ടിലെത്തിയിരുന്നു. ദർശിത നാട്ടിലെത്തുമ്പോഴൊക്കെ ഇയാൾ നിത്യ സന്ദർശകൻ കൂടിയായിരുന്നു. യുവതിയെയും കൊണ്ട് പലയിടങ്ങളിൽ കറങ്ങുകയും സ്വകാര്യ നിമിഷങ്ങൾക്കായി ഈ സാലിഗ്രാമിലെ ലോഡ്ജിൽ മുറിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ദമ്പതികൾ എന്ന് പറഞ്ഞാണ് ഇരുവരും മുറിയെടുത്തിരുന്നത്. താൻ ഭർത്തൃ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന 4 ലക്ഷം രൂപയും 30 പവനും തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് പെരിയപട്ടണം സ്വദേശി സിദ്ധരാജുമായി യുവതി തെറ്റിയതെന്നാണ് റിപ്പോർട്ടുകൾ. വെള്ളിയാഴ്ച ഹുൻസൂറിലെത്തിയ ദർശിതയെ ക്ഷേത്ര ദർശനത്തിനെന്ന് പറഞ്ഞാണ് സിദ്ധരാജു സാലിഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നത്. തുടർന്ന് ദമ്പതിമാർ എന്ന പേരിൽ ഇരുവരും മുറിയെടുക്കുന്നു. ഇവിടെ വെച്ച് തന്നെ വിവാഹം കഴിക്കുവാൻ സിദ്ധരാജു യുവതിയെ നിർബന്ധിച്ചു. പക്ഷേ ഇതിനെ വിസമ്മതിക്കുകയും പിന്നീട് ഈ യുവതിയെ കൊലപ്പെടുത്തി എന്നുമാണ് കർണാടക പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോഡ്ജ് മുറിയിൽ നിന്ന് 2 മീറ്ററോളം നീളമുള്ള വൈദ്യുത കേബിൾ കണ്ടെടുത്തിട്ടുണ്ട്. ഈ വൈദ്യുത കേബിൾ വായിൽ തിരികെ ഷോക്കടിപ്പിച്ചോ അല്ലെങ്കിൽ ഡിറ്റനേറ്റർ ഉപയോഗിച്ച് സ്ഫോടക വസ്തു പൊട്ടിച്ചോ പ്രതി കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഈ കൊലപാതകത്തിന് ശേഷം പ്രതി യുവതിയുടെ മൃതദേഹം തോളിൽ ചുമന്ന് ലോഡ്ജിൽ നിന്ന് കൊണ്ടുപോകാനും ശ്രമിച്ചിരുന്നു.
ലോഡ്ജ് ജീവനക്കാർ ഇടപെട്ടാണ് ഒടുവിൽ പ്രതിയെ തടഞ്ഞു വെക്കുകയും ചെയ്തെന്നാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ദർശിത മരിച്ച മുറിയിൽ നിന്ന് ലഭിച്ച ഏതാനും ആഭരണങ്ങളൊക്കെ മുക്കുപണ്ടമായിരുന്നു. അത് ദർശിത ഉപയോഗിച്ചതോ അല്ലെങ്കിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ സിദ്ധരാജു തന്നെ ഇവിടെ കൊണ്ടിട്ടതാണോ എന്നതിൽ വ്യക്തതയൊന്നുമില്ല. പക്ഷേ ഈ ദർശിത കുഞ്ഞുമായി സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ തന്നെ ഈ സ്വർണം സൂക്ഷിക്കുകയാണോ എന്നൊരു സംശയം കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഈ ഹോട്ടൽ മുറിയിലേക്ക് എത്തുമ്പോൾ ആ ബാഗിൽ മുക്കുപണ്ടമായിരുന്നു. കൂടാതെ ഈ സിദ്ധുരാജുവിന്റെ വീട്ടിലെത്തി നടത്തിയ പരിശോധനയിലും ബാഗിൽ നിന്ന് ലഭിച്ചത് മുക്കുപണ്ടം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സ്വർണം ഇത്തരത്തിൽ ദർശിത സൂക്ഷിച്ചത് സ്വന്തം വീട്ടിലാണോ എന്നൊരു സംശയമൊക്കെ ഉയർന്നുണ്ട്. ബന്ധുക്കളടക്കം ഇവിടെ സംസ്കാര ചടങ്ങുകൾക്കായി എത്തിയപ്പോഴും ഈ നാട്ടുകാരൊക്കെ ഇവരെ തടയുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഇവർക്ക് ഇവിടേക്ക് വരുവാൻ കഴിഞ്ഞില്ല. തുടർന്ന് അവരെ തിരികെ വരികയായിരുന്നു. കൂടാതെ കുഞ്ഞും ഈ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. ദർശിതയെ അടിച്ച് അവശയാക്കിയ ശേഷം ഈ കൈകൾ പുറകിൽ തോർത്തുപയോഗിച്ച് കെട്ടുകയായിരുന്നു. തുടർന്ന് ഇലക്ട്രിക് ഡിറ്റനേറ്റർ വായിൽ തിരികെ കയറ്റിയ ശേഷം വൈദ്യുതി കയറ്റി വിടുകയായിരുന്നു. സ്വിച്ച് ഓൺ ചെയ്ത ശേഷം ഇയാൾ തന്നെ ഒരു മുറിയുടെ ഒരു വശത്തേക്ക് മാറി നിൽക്കുന്നു. എന്നാൽ പൊട്ടിത്തെറിക്കുന്നതിനിടെ ഈ ചോര ഇയാളുടെ ശരീരത്തിലും വസ്ത്രത്തിലും ഒക്കെ തെറിക്കുകയായിരുന്നു. തുടർന്ന് ഷർട്ട് മാറ്റി ശരീരത്തിലുള്ള ചോര കഴുകി വൃത്തിയാക്കുവാനാണ് ഇയാൾ മുറി വിട്ട് പുറത്തേക്ക് പോയത്. മൊബൈൽ ചാർജർ പൊട്ടിത്തെറിച്ചാണ് മരണമെന്ന് വരുത്തി തീർക്കുവാനാണ് ഈ പ്രതി ശ്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഈ ഇലക്ട്രിക് ഡിറ്റനേറ്റർ പൊട്ടിത്തെറിച്ച ശബ്ദം പുറത്തേക്ക് കേട്ടിട്ടില്ല എന്നാണ് ഹോട്ടൽ ജീവനക്കാർ പറയുന്നത്. ഈ സിദ്ധരാജുവിന്റെ സ്വഭാവത്തിലൊക്കെ ഒരു സംശയം തോന്നുന്നു. ഇയാൾ പെട്ടെന്ന് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുവാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ പോലീസിനെ ഉടൻ തന്നെ വിവരം അറിയുകയും ചെയ്തതായാണ് ഈ ഹോട്ടൽ ജീവനക്കാർ പറയുന്നത്. കോടതി റിമാൻഡ് ചെയ്ത സിദ്ധരാജു ഇപ്പോൾ മൈസൂരു ജില്ലാ ജയിലിലാണ്. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് 4 ലക്ഷം രൂപയും 30 പവനും ദർശിത കവർന്ന സംഭവത്തിൽ സിദ്ധരാജുവിന് പങ്കുണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. പക്ഷേ ഈ കേസിൽ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ശ്രമത്തിലാണ് കേരള പോലീസ് ഇപ്പോൾ. ഈ ഭർത്തൃ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ സ്വർണവും പണവും ഒക്കെ തിരികെ ആവശ്യപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിൽ ഈ സിദ്ധരാജുമായി യുവതി തെറ്റിയതെന്നാണ് പറയുന്നത്. വെള്ളിയാഴ്ചയാണ് കല്യാട്ടെ ഭർത്തൃ വീട്ടിൽ കവർച്ച നടത്തിയത്. ഇത് ദർശിതയാണെന്നുള്ള വ്യക്തമായ സൂചന ഇരിക്കൂർ പോലീസിന് ലഭിക്കുകയായിരുന്നു. ഇത് കാരണം പോലീസ് ദർശിതയെ മൊബൈൽ ഫോണിൽ വിളിക്കുകയും സ്റ്റേഷനിൽ ചോദ്യം ചെയ്തതിന് ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതോടെ സിദ്ധുരാജുവിന്റെ സമനില തെറ്റി. ദർശിതയോടൊപ്പം താനും കുടുങ്ങുമെന്നായപ്പോൾ ഈ ദർശിതയിൽ നിന്ന് പണം കൈക്കലാക്കി രക്ഷപ്പെടുവാൻ ഇയാൾ തീരുമാനിച്ചു. ഇതിനായിട്ടാണ് ഈ ദർശിതയെ ഷോക്കടിപ്പിച്ചു കൊല്ലാൻ ഇയാൾ പദ്ധതിയിട്ടതെന്നാണ് പറയുന്നത്. റിമാൻഡിലായ സിദ്ധരാജുവിന്റെ മൊഴി വിശ്വാസത്തിലെടുക്കുവാൻ കർണാടക പോലീസും തയ്യാറായിട്ടില്ല. ഈ ദർശിത ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോകുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊലപ്പെടുത്തിയെന്നാണ് ഇയാൾ ഇപ്പോൾ പോലീസിനോട് പറയുന്നത്. ഈ ദർശിതയുടെ ഭർത്താവ് സുഭാഷിന്റെ കല്യാട്ട വീട്ടിൽ നിന്നാണ് 30 പവനും 4 ലക്ഷം രൂപയും നഷ്ടപ്പെട്ടത്. എന്നാൽ സിദ്ധരാജുവിന്റെ പെരിയ പട്ടണത്തെ വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ പോലീസിന് മുക്കുപണ്ടം മാത്രമാണ് ലഭിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം വിരാജ്പേട്ടയിൽ സിദ്ധരാജും ദർശിതയും കണ്ടുമുട്ടിയിരുന്നു. ബാഗ് സിദ്ധരാജുവിനെ ഏൽപ്പിച്ച ശേഷം ദർശിത കുഞ്ഞുമായി ബിലിക്കരയിലേക്ക് പോവുകയായിരുന്നു. തുടർന്ന് ശനിയാഴ്ച വീണ്ടും കണ്ടുമുട്ടുകയും ലോഡ്ജിൽ മുറിയെടുക്കുകയുമായിരുന്നു. അമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വീട് വിട്ട് ഇറങ്ങുന്നത്. അതായത് നേരെ കേരളത്തിലേക്ക് തന്നെ വരികയാണെന്നുള്ള രീതിക്ക് തന്നെയാണ് ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. പക്ഷേ ഇരുവരും കൂടി ഒരു ലോഡ്ജിൽ മുറിയെടുക്കുകയായിരുന്നു. ഇവിടെ വെച്ചാണ് ഈ കൊലപാതകം നടന്നത്. 2:50 ഇരുവരും മുറിയിലെത്തി. 2:54 മുറിയടച്ച് സിദ്ധരാജു പുറത്തേക്ക് പോയി. 4 മിനിറ്റിനുള്ളിൽ ഇത്തരത്തിൽ ദർശിതയെ സിദ്ധരാജു കൊലപ്പെടുത്തിയ ശേഷമാണ് പുറത്തു പോയിരിക്കുന്നതെന്നൊക്കെയാണ് ഇപ്പോൾ കൃത്യമായി പുറത്തുവരുന്ന വിവരങ്ങൾ.